3 കൂടിയിട്ടുള്ളൂ. ഇവിടെ ബാക്കി എല്ലാത്തിനും എന്തുമാത്രം കാശ് കൂട്ടിയിരിക്കുന്നു. ഇത്ര നാളും പിടിച്ചു നിന്നില്ലേ, അപ്പോൾ ഇച്ചിരി കൂട്ടി, അത് സ്വാഭാവികം. കൂടുതലൊന്നും കൂടിയില്ലല്ലോ, ഒരു ഇച്ചിരല്ലോ. നമ്മൾ അനുഭവിക്കുക എന്നുള്ളത് വേറൊന്നും പറയാനില്ല. ജനിച്ചു പോയില്ലേ, ജീവിക്കുക അല്ലാതെ. പിന്നെ ഈ സാധനങ്ങളുടെ എല്ലാം വിലകളും കൂടുമല്ലേ, എല്ലാ രീതിക്കും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുക. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചിരിക്കുകയാണ്. 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോഴുള്ളത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ ഒരു പെട്രോൾ പമ്പിലാണ്. ഇവിടുത്തെ വില ഇന്നത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഡീസലിന് 98 രൂപ 32 പൈസയാണ് ഇന്ന് കോട്ടയം ജില്ലയിലെ വില. 98 രൂപ 32 പൈസ. പെട്രോളിൻ്റെ വില പരിശോധിക്കുകയാണെങ്കിൽ 109 രൂപ 48 പൈസയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില. എന്താണെങ്കിലും 3 രൂപയുടെ വീതം വർധനമാണ് പെട്രോളിലും ഡീസലിലും ഉണ്ടായിരിക്കുന്നത്. വില വർധന ഉണ്ടാകും എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഈ വില വർധനവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 3 രൂപ വീതം വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ആളുകൾ അത് അധികമായി അറിഞ്ഞിട്ടില്ല. പലരും ഈ പമ്പിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു വില വർധനവ് പെട്രോളിലും ഡീസലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയുന്നത്. എന്താണെങ്കിലും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നുമുണ്ട്. വലിയൊരു തിരിച്ചടിയാണ്. ഇനി എല്ലാ സാധനങ്ങൾക്കും വില കൂടും എന്ന ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ ഇത്തരത്തിൽ യുദ്ധമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതെ മറ്റെന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ഞങ്ങളൊക്കെ ഈ ലോട്ടറി കൊണ്ടുപോകുന്നത് 110 രൂപ പെട്രോൾ അടിച്ചിട്ടാ കിട്ടുന്ന. അവിടെ 60 ടിക്കറ്റ് വിറ്റ് 390 രൂപ കിട്ടും. ഇതിനകത്ത് പെട്രോൾ മേടിച്ച് ഈ രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം വരെ വെയിലും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ പെട്രോൾ കൂടെ വില കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാകും. അത് തന്നെ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ തന്നെയാണ് ഈ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കൂട്ടാൻ ഉടനെ ഒക്കൂ. ഈ കിട്ടുന്ന അവർക്ക് 1 ലിറ്റർ 3 രൂപ ചില്ലറ പൈസയാണ് കൂട്ടിയിരിക്കുന്നത്. അതുമില്ല ഈ ട്രാൻസ്പോർട്ട് പെണ്ണുങ്ങളെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ കയറുമോ? എല്ലാവരും കയറുമോ? എല്ലാവരും ട്രാൻസ്പോർട്ടിലല്ലേ പോകത്തുള്ളൂ. അത്ര ഇതില്ല, അവരുടെ ഇത് പോയില്ല. ഇവർക്ക് എന്തെങ്കിലും ഇത് ചെയ്യണം. അവിടുത്തെ തൊഴിലാളികൾ എത്ര പേരുണ്ട്? എല്ലാ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് കിടക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവർ വന്നു കഴിയുമ്പം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ അടുത്ത് അറിയാൻ ഒക്കത്തുള്ളൂ. എല്ലാത്തിനും വില കൂടും. ഈ പെട്രോളിന് കൂടുമ്പം അവർ ചാർജ് കൂട്ടുമ്പം പിന്നെ ഈ വണ്ടിക്കൂലി കൂട്ടത്തില്ലേ, ഡീസലിന് വില കൂടിയില്ലേ, ഈ ലോറിക്കും ഇതിനെല്ലാം ചാർജ് കൂട്ടത്തില്ലേ, അവർ ലോഡ് കൊണ്ട് ഇറക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ആകെ പ്രശ്നങ്ങളാണ്. ഒന്നും പഴയ കണക്കൊന്നും അല്ലായിരിക്കും. 1 രൂപ കൂടി. ഇനിയിപ്പം സാധനങ്ങൾക്കെല്ലാം വില കൂടും. നമുക്ക് ചാർജ് ഒന്നും ഇതുവരെ കൂട്ടിയിട്ടില്ല. അത് വലിയ വിഷയം തന്നെ. ഇതുവരെയുള്ള ചാർജ് തന്നെ നമുക്ക് മുതലാകാത്ത രീതിയിലുള്ള ഡീസലിൻ്റെ വിലയെ നമുക്ക് കിട്ടുന്ന ചാർജൊക്കെ വളരെ കുറവാണ്. വർഷങ്ങളായിട്ട് കിലോമീറ്റർ 30 രൂപ ചാർജ് അല്ലേ. സാധനങ്ങൾക്കിപ്പം ഈ 3 വർഷം കൊണ്ട് ഇത്രയും വിലയും കൂടി. നമുക്ക് ഇപ്പോൾ അതിൻ്റെ ചാർജ് കൂട്ടാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ കിട്ടുന്ന വേതന എന്നും കിട്ടുന്ന കൂലി അങ്ങനെ തന്നെ നിൽക്കുമല്ലേ. സാധനങ്ങൾ ഡീസൽ വില വർധനയോട് ഒരു ഇരട്ടടിയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പം ആൾക്കാരോട് ഇനി വണ്ടിക്കൂലിയുടെ കാര്യം പറയും, നമുക്കൊരു 2 രൂപ 5 രൂപ പോലും കൂടുതൽ ചോദിച്ചാലും തരത്തൊന്നുമില്ലല്ലോ. വലിയ ബുദ്ധിമുട്ട് തന്നെ അത്. ഇന്ധന വില വർദ്ധിച്ചിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? എന്നാ പറയാനാ, നമ്മൾ അനുഭവിക്കുക എന്നുള്ളത് വേറൊന്നും പറയാനില്ല. വരുന്ന പോലും കാണുക പോവുക, അല്ല വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതനുസരിച്ച് സാധനങ്ങൾക്ക് വില കൂടും, അതനുസരിച്ച് പാർട്സുകൾക്ക് വില കൂടും. നമ്മളെടുക്കാൻ ജനിച്ചു പോയില്ലേ, ജീവിക്കുക അല്ല എടുക്കും, അത്രേ ഉള്ളൂ. അത് നമ്മുടെ വിധിയായി കണക്ക് കൂടും, അത്രേ ഉള്ളൂ. എന്ത് പറയാനാണ്, നമ്മൾ വയറ്റിലടിച്ചെന്ന് പറഞ്ഞാൽ പോരെ. നമുക്ക് ഈ ഓട്ടോ ഓടുന്നതിനനുസരിച്ച് കൂലി കിട്ടത്തില്ല, വാടക കിട്ടത്തില്ല. അതുകൊണ്ട് വില കൂട്ടുമെന്ന് അറിഞ്ഞായിരുന്നു. വില കൂട്ടിയ രാവിലെ വർദ്ധിപ്പിച്ചത് അറിഞ്ഞില്ല. ഇല്ല. എന്ത് പറയാനാ, ജനങ്ങളെ സാധാരണയിൽ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ ഇപ്പം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം ഞാനില്ല. പാവപ്പെട്ടവൻ ബുദ്ധിമുട്ടുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ഇതിൻ്റെ വില കുറയുകയാണെങ്കിൽ അല്ലാതെ ഈ അവസ്ഥയെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുമാണ്. ഇപ്പോൾ ഇനി സാധനങ്ങളുടെ എല്ലാം വിലകളും കൂടുമല്ലേ, എല്ലാ രീതിക്കും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുക. സാധാരണപ്പെട്ടവനും ബുദ്ധിമുട്ടാണ്. കാശുള്ളവനും ബുദ്ധിമുട്ടില്ല. അവൻ പെട്രോൾ അടിക്കുക പോവുക, എത്രയാണെന്ന് പോലും നോക്കേണ്ട കാര്യമില്ല. സാധാരണപ്പെട്ടവനാണ് ഇത് അനുഭവിക്കുന്നത്. ഇതിന് എന്തെങ്കിലും അടിയന്തരമായി തീരുമാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഇത് ഏതവസ്ഥയിൽ ചെന്നെത്തുമെന്ന് പോലും അറിയില്ലാത്ത ഗതിയിലാണ്. സാധനത്തിന് എല്ലാത്തിനും വില കൂടിയില്ലേ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും ഒന്നുമില്ലല്ലോ, ഇത്രയും യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര നാളും പിടിച്ചു നിന്നില്ലേ, അപ്പോൾ ഇച്ചിരി കൂട്ടി, അത് സ്വാഭാവികം. കൂടുതലൊന്നും കൂടിയില്ലല്ലോ, ഒരു ഇച്ചിരല്ലോ. 5 രൂപ വരെ വർധന ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് 3-ൽ നിന്നു. നല്ല കാര്യമല്ലേ, ഒന്നല്ലേ ആയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്വാഭാവികം. പിന്നെ അത് അത്രയല്ല, 3 കൂടിയിട്ടുള്ളൂ. ഇവിടെ ബാക്കി എല്ലാത്തിനും എന്തുമാത്രം കാശ് കൂട്ടിയിരിക്കുന്നു. നമ്മുടെ അത്യാവശ്യ സാധനത്തിനെല്ലാം വില കൂട്ടിയില്ലേ. അപ്പം പിന്നെ ഇതിനൊരു 3 രൂപ ഒരു വിഷയമുള്ള കേസല്ല. ഇത്ര നാളും ഇതായിട്ട് നിൽക്കുമല്ലായിരുന്നു, കൂട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഇത്രയും വലിയ വിഷയം, അവിടെ ഭയങ്കര യുദ്ധം നടന്നിട്ട് ഇത്ര നാളും പിടിച്ചിരുന്നില്ല. സ്വാഭാവികം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ
ഇപ്പോൾ എല്ലാ ഗ്യാസിനും വില കൂടി, ഇപ്പോൾ ഡീസലിനും കൂടെ നിത്യോപയോഗ സാധനത്തിന് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ചരക്ക് നീക്കത്തിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഇനി ഓരോ ലോഡും പച്ചക്കറി വന്നാലും പലചരക്ക് വന്നാലും എല്ലാത്തിനും അതിന് പുറത്ത് വില കൂടും. ഇപ്പം ബിൽഡിംഗ് മെറ്റീരിയലിന് പോലും വില കൂടിയിരിക്കുകയാണ്, സ്റ്റീലിനല്ല. ഈ യുദ്ധത്തിന് ശേഷം എല്ലാത്തിനും വിലയായി. അത് ബുദ്ധിമുട്ടുണ്ട്. അത് മാക്സിമം നമുക്ക് അതിൻ്റെ ടാക്സും കാര്യങ്ങളും GST ഒക്കെ കുറച്ച് തരാൻ പുതിയ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനിയും വില കൂടും. ആ ഒരു ആശങ്കയാണ് ജനങ്ങളുടെ മനസ്സിന് മുഴുവൻ. കേരളത്തിലെ എല്ലാ മേഖലയിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. ഇന്ധനവില വർധനയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ തിരിച്ചടിയായി ഇനി എല്ലാ വസ്തുക്കൾക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കുമെന്ന് ഒരു കൂട്ടർ ആശങ്കപ്പെടുമ്പോൾ ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും യുദ്ധമുണ്ടായിട്ടും ഇത്രയും നാൾ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിർത്തിയില്ല. ഇപ്പോൾ ഒരു ചെറിയ വർധനവ് മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നവരും ഈ നമുക്കിടയിലുണ്ട്. എന്താണെങ്കിലും 3 രൂപ വീതമുള്ള വർധനമാണ് ഇന്ധനത്തിന് ഉണ്ടായിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും രാജ്യത്ത് 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.